ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ആക്ച്വലി ഒരു റീഡിങ് ഞാൻ കുറച്ച് ദിവസം ഐ തിങ്ക് ഒത്തിരി തിരക്കിലാണ് ഈ ഒരാഴ്ച കൂടി. ഐ തിങ്ക് അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു റീഡിങ് ഇടുന്നുള്ളൂ. പറ്റിയാൽ ഞാൻ ചെറിയ റീഡിംഗ് ആയിട്ട് ഗൈഡൻസ് ഞാനൊന്ന് ഷോർട്ട്സ് ആയിട്ടെങ്കിലും ഇടാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് മെസ്സേജസ് എന്തെങ്കിലും. ഇപ്പോൾ തൽക്കാലം റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നു. 2 പൈൽ വെക്കാം. ആക്ച്വലി ഞാൻ പൈലിന് ഇവിടെ റിപ്രസെൻറ്റേഷൻ ഒന്നും വെച്ചിട്ടും കാര്യമില്ല. ഓക്കെ, ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇമോജി ആയിട്ട് ഞാൻ കൊടുക്കാം. ആദ്യത്തെ പൈല് ബട്ടർഫ്ലൈ ആയിരിക്കും, രണ്ടാമത്തെ പൈല് സ്റ്റാർ ആയിരിക്കും. നിങ്ങൾക്ക് പുറത്ത് തന്നെ ഞാൻ അത് കൊടുത്തും വെക്കാം. സോ നിങ്ങളത് ചൂസ് ചെയ്യാം, അവിടെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബട്ടർഫ്ലൈ ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ, സെക്കൻഡ് പൈൽ സ്റ്റാർ. ഓക്കെ, നമ്മൾക്ക് നോക്കാം. 2 പൈലായിട്ട് എടുക്കാം. അന്നത്തെ റീഡിംഗ് ക്വസ്റ്റ്യൻ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുമോ എന്ന്. ഓക്കെ, അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരത്തിലൊക്കെ അവർ പറയുന്നുണ്ടാവാം ഞാൻ പോവും, അല്ലെങ്കിൽ നമ്മൾ ഈ ബന്ധം വേണ്ട എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം അവർ പോവും ചിലപ്പോൾ എന്ന്. നമുക്കൊന്ന് നോക്കാം. കാർഡ്സിൽ പൈൽ 1 പൈൽ 2 ആയിട്ട് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുമോ, അവരങ്ങനെ പോവോ എന്ന രീതിക്ക് നോക്കാം. അവർ മെസ്സേജസും എടുക്കാം അതിന്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഞാനിവിടെ പിക്ചർ സൈഡിൽ കൊടുത്തു വെക്കും, നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഓക്കെ, ബട്ടർഫ്ലൈ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താണ്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, 7 ഓഫ് പെന്റിക്കിൾസ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് സോർഡ്സ്. നമ്മൾ വിട്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഇവിടെ 8 ഓഫ് കപ്സ് ആണ് കാണുന്നത്. Okay. 3 of Wands, Temperance, 2 of Wands, Strength. ഓക്കെ, ഇവിടെ കുറച്ച് ഫണ്ണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളിപ്പോൾ കുറച്ചൊരു സ്റ്റേബിളായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ ചിലവർക്ക് നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം. ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, ക്വീൻ ആയാലും കിങ് ആയാലും. ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് വല്ലതും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി ഒരു വെൽ ഓഫ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങളായിരിക്കാം അതായത് ബെറ്റർ. ഓക്കെ, നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണിനെക്കാട്ടിലും ലേശം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളായിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, ആ പേരിൽ നിങ്ങൾ തമ്മിലൊരു ആൾക്ക് ഈഗോ ആണ് മെയിനായിട്ട്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണിന് ഒരു ലേശം ഈഗോ ഉണ്ടാവും. അതിപ്പോൾ ഈവൻ ലേഡീസ് ആയാലും അങ്ങനെ തന്നെ എടുത്തോളൂ. ഇത് ലേഡി ആണെങ്കിലും ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിൽ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ചെറിയൊരു ഈഗോ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കരിയറിൽ നന്നായി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഈഗോ വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ വളരെ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ചോദിക്കുന്നുണ്ടാവും. അതായത് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. ഞാൻ 1-2 സിനാരിയോസ് സെപ്പറേറ്റ് പറയാൻ നോക്കുകയാണ്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന രീതിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ആ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ തെറ്റുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അതിന് തയ്യാറായിരിക്കില്ല. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറായിരുന്നില്ല. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കം വന്നിട്ടുണ്ടാവാം. പിന്നെന്താണ് ഇവിടെ സിനാരിയോ പറയുമ്പോൾ മെയിൻലി കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻസിൻ്റെ കാര്യം പറയാം. ഓക്കെ, എന്തായാലും ഇവിടെ റിലേഷൻഷിപ്പ് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സ്റ്റക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഗ്രോത്ത് ഇല്ലാണ്ടായിട്ടുണ്ട്. അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ക്ലാഷ് വന്നതായിട്ടും മേ ബി സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം ഓൾറെഡി. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മൂവ് ഓൺ ചെയ്തത്. ഇവിടെ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഒരു മൂവിങ് ഓണിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഒരാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറിപ്പോയി. അത് ഈ ഫൈറ്റ് ചെയ്ത ആളായിരിക്കും. ആരാണോ ഫൈറ്റ് ചെയ്ത അവരായിരിക്കും. ഓക്കെ, അവരിതിൽ നിന്ന് മാറിപ്പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഓക്കെ, നമ്മൾ ചോദിച്ചത് പോവോ എന്നാണ്. അങ്ങനെ പോയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക്. പക്ഷെ ഇവിടെ കാണുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വളരെയധികം ഒരു സ്ട്രെസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവർ ഉറക്കം പോലും പോയി എന്നാണ്. അല്ലെങ്കിൽ ഈ കാര്യം ഓക്കെ 2 ഓഫ് കപ്സ് ആണ് ഇവിടെ. 2 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ സോൾമേറ്റ് കാർഡാണ്. സോ
ഇങ്ങനെ വിട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വിട്ട് മാറി ദേഷ്യപ്പെട്ട് പോയി എന്ന് വിചാരിക്കാം. എനിക്ക് മൂവ് ഓൺ ചെയ്ത് പോയി, ദേഷ്യപ്പെട്ട് പോയി. നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇത് ഫൈനലായിട്ട് പോയതാണോ, തിരിച്ചു വരില്ലേ ഒരിക്കലും എന്നായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അപ്പം അങ്ങനെ സെപ്പറേഷൻ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വോക്ക് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സമാധാനമില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു സമാധാനമില്ല. ആൻഡ് ഇവിടെ 2 of Cups സോൾമേറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന പോലെയാണ്. ഓക്കെ, ആ വിട്ട് മാറി പോയ ശേഷമാണ് അവർ തിരിച്ചറിയുന്നത്. ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്നുള്ള ആലോചനയാണ്, വെയിറ്റിംഗ് ആണ്. എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരിക, എങ്ങനെയാണ് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരിക, സോറി പറയണോ അതോ പരസ്പരം മാപ്പ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളോടൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്ന രീതിക്ക്. ഓക്കെ, സ്ട്രെങ്തൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പ് അവർ ബെറ്റർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതിനുള്ള പ്ലാനിങ് ആലോചിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നാണ് അവർ ആലോചിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ്റുക. ഓക്കെ, അവരായിരിക്കാം നിങ്ങളെ വിട്ട് പോയത്, ദേഷ്യത്തിലൊക്കെ വിട്ട് പോയതായിരിക്കും. പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ വളരെയധികം സ്ട്രെസ്സിലാണ് കാണുന്നത്. ഉറക്കം പോലും ഇല്ലാത്ത രീതിയിൽ അവർ മനസ്സിൽ മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് ആലോചിക്കുന്നു. ഓക്കെ, ഒരു പ്ലാനിങ്ങിന്റെ കാര്യം പറയും. ദൂരേക്കാണെങ്കിൽ അവർ യാത്ര ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. എന്തായാലും ഇവിടെ വെയിറ്റിംഗ് കാർഡാണ്. എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനൊരു അവസരം കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ലവേഴ്സ് കാർഡ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്. മൈ ഗോഡ്. ഓക്കെ, അവർ തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇവിടത്തെ സിറ്റുവേഷൻ നമ്മൾ ചോദിച്ചത് വിട്ടു പോവോ എന്നാണ്. പോയിട്ടുണ്ടെങ്കിൽ അത് ഫൈനലല്ല, തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അല്ല ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ സിനാരിയോ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഓൾറെഡി അവർ പോയിട്ടില്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ തർക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർ പേഴ്സൺ വിട്ട് പോവോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങൾക്കാണെങ്കിൽ അവരങ്ങനെ പോയാലും എവിടെയും പോവില്ല, തിരിച്ചു വരും. ഓക്കെ, അവർ ഒന്ന് പിണങ്ങി മാറി നിൽക്കും, വല്ല ദേഷ്യത്തിലും മാറി നിൽക്കുന്നല്ലാതെ അവർ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിങ്ങളെ വിട്ടു പോകാനുള്ള ഒരു എനർജി അല്ല ഇവിടെ. അപ്പം വല്ലതൊക്കെ പറഞ്ഞ് തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാവും, അതിനപ്പുറമൊന്നുമില്ല. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങളായാലും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ വിട്ടു പോയാൽ തന്നെ അവർക്ക് സമാധാനം കിട്ടില്ല, തിരിച്ചവർ വന്നിരിക്കും, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് വന്നിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ഓൾറെഡി സെപ്പറേഷൻ ആണെങ്കിൽ റിയൂണിയൻ പോസിബിൾ ആണ്. ഓക്കെ, ആം ഐ ഈവൻ ഗുഡ് ഇനഫ് ഫോർ യു? യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇൻസെക്യൂർ, അവർ ഇൻസെക്യൂർ ആണ്. ഐ എം റിയലി സോറി ബട്ട് ഐ കാൺട്ട് റെസിപ്രോക്കേറ്റ് യുവർ ഫീലിങ്സ്. ഓക്കെ, 2 of Cups. I wonder what would happen if we joined forces. To be totally honest, you are not really my type. Okay, ചിലവർക്ക് not interested. Okay, ചിലവർക്ക് അങ്ങനെ I do like you and a lot of other people too. You are the person I want to do life with. I could talk to you for hours and hours. Okay. ആക്ച്വലി ഇവിടെ കാണുന്ന പ്രകാരം നിങ്ങളുടെ പേഴ്സൺ, ചിലവർക്ക് 2 സിനാരിയോ ഇവിടെ തോന്നുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ വേറെയും ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവാം, അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിക്ക് ചിലവർക്ക്. ഓക്കെ, ഐ ഡു ലൈക്ക് യു ആൻഡ് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ടു. അവർ വേറെയും ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആളെങ്കിലും മാച്ച് ആവുമോ, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ പറ്റുമോ എന്ന രീതിക്ക് അവർ അന്വേഷിക്കുന്ന പോലെയുണ്ട് ചിലവർക്ക്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്ന രീതിക്കൊക്കെ പറയാം. ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, ചിലവർക്ക്. ഐ എം റിയലി സോറി ബട്ട് ഐ കാൺ റെസിപ്രോക്കേറ്റ് യുവർ, ഞാൻ നെഗറ്റീവ് ഓൾറെഡി ആദ്യം പറയണം. ഐ കാൺ റെസിപ്രോക്കേറ്റ് യുവർ ഫീലിങ്സ്, വൺ സൈഡഡ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം അങ്ങോട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ്. അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങോട്ട് ഇല്ല. കാരണം മേ ബി അവർ ഓപ്ഷൻസ് വേറെയും നോക്കുന്നുണ്ട്. അവർ ഏത് റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് നല്ലത് എന്ന് അവർ ചിന്തയിലായിരിക്കും, ഓപ്ഷൻസ് നോക്കുകയായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ടു ബി ടോട്ടലി ഓണസ്റ്റ്, യു ആർ നോട്ട് റിയലി മൈ ടൈപ്പ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് ചിലവർക്ക് ഓക്കെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇവിടെ. അങ്ങനെ വിട്ടുപോയവരുണ്ടെങ്കിൽ, പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയില്ല, നമ്മുടെ എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ചിലവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാം. കാർഡ്സ് വന്നുകൊണ്ട് നമ്മളത് തള്ളിക്കളയാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ചിലവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വേറെയും ഓപ്ഷൻസ് നോക്കുന്നു, അവരുടെ ലൈഫിൽ വേറെയും
ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ അതിലേക്ക് മൂവ് ഓൺ ചെയ്തു എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ചിലവർക്ക് ഓക്കെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ലൈക്ക് അറിയുകയാണ് അറിയും അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ആ രീതിക്ക് എടുത്തോളൂ. ഓക്കെ, പക്ഷെ വേറെ ചിലവർക്ക് ഇൻസെക്യൂർ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ ആണ്. അതായത് അവർക്കൊരു തോന്നലുണ്ട് അവർ പോരാ നിങ്ങൾക്ക് എന്നുള്ള തോന്നൽ. പേഴ്സണിന് തോന്നുന്ന ആം ഐ ഗുഡ് ഇനഫ് ഫോർ യു എന്നാണ്. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. അതായത് അവർ പോരാ എന്നുള്ളൊരു തോന്നൽ. ഓക്കെ, ചിലവർക്ക് ആ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു ഡു ലൈഫ് വിത്ത് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം എന്ന്. ഓക്കെ, പക്ഷെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി അവരുടെ സ്വന്തം, അതായത് അവർ പോരാ എന്നുള്ളൊരു തോന്നൽ. ഐ കുഡ് ടോക്ക് ടു യു ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് എന്ന് പറയുന്നുണ്ട്. കോൺവെർസേഷൻ, അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് കോൺവെർസേഷൻ വേണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർ തിരിച്ചു വരും എന്ന രീതിയിലുണ്ട്. ഐ എം റിയലി സോറി, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഐ കാണ്ട് റെസിപ്രോക്കേറ്റ്. ഓക്കെ, ഐ വണ്ടർ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് വി ജോയിൻഡ് ഫോഴ്സസ് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ തമ്മിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു കൊളാബറേറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു മുന്നോട്ട് പോകണം എന്നും ചിലവർക്കുണ്ട്. ഓക്കെ, ഇവിടെ 2 സെക്ഷനാണ് എനിക്ക് കാണുന്നത് ഇതിൽ. അതായത് ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ വേറെ ചില ഓപ്ഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടുള്ളവരുണ്ട് ചിലവർക്ക്. ഓക്കെ, ചിലവർക്ക് ഇവിടെ നിങ്ങളുമായിട്ട് യൂണിയൻ വേണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് മെസ്സേജസ് ഇവിടെ വന്നിട്ടുള്ളത്, പേഴ്സണിൻ്റെ മെസ്സേജ്. അപ്പോഴത്തേക്ക് 2 ടൈപ്പ് ആൾക്കാരുണ്ടാവാം, 2 സിറ്റുവേഷൻസ് ഉണ്ടാവാം ഇവിടെ. ഓക്കെ, ചിലവർക്ക് പക്ഷെ ഇവിടെ മോസ്റ്റ്ലി ഇവിടെ എനിക്ക് റിയൂണിയൻ ആണ് കാണുന്നത്. ഇത് മറ്റേ കേസ് പറഞ്ഞത് ചിലവർക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, കുറച്ച് പേർക്ക് റെസനേറ്റ് ആവുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ നല്ല ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്, റിയൂണിയൻ എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സെക്കൻഡ് പൈൽ നമ്മുടെ സ്റ്റാർ പൈലാണ്. ഓക്കെ, സ്റ്റാർ പൈലിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ സ്റ്റാർ പൈലുകാർക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത്? സ്റ്റാർ പൈൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോവോ, അവർക്ക് അങ്ങനെ സാധിക്കുമോ, നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കുമോ എന്ന രീതിയിൽ നോക്കാം. ഓക്കെ, സ്റ്റാർ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് 2 of Wands ഉണ്ട് ഇവിടെ, 5 of Pentacles, മൂൺ കാർഡ്, ജസ്റ്റിസ്. ഇവിടെ 5 of Swords. ഓക്കെ, Hierophant, Sun, 5 Wands, 8 of Pentacles and 2 of Cups ആണ് ഇവിടെ ബോട്ടം. വെരി ഗുഡ്. Knight of Swords, Queen of Swords. ഓക്കെ, ഇവിടെ ഇതിൽ നമുക്ക് കാണുന്നത്, ഈ പൈലിൽ നമുക്ക് കാണുന്നത്, ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കാം ചിലവർ. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ടോട്ടലി വിട്ടു പോവാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, വെയിറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വെയിറ്റിംഗ് എനർജിയാണ്, നിങ്ങളായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ 5 of Pentacles പറയുമ്പോൾ നമ്മൾ വിട്ടു പോകുന്ന ഒരു തന്നെയാണ്. ഓക്കെ, പിന്നിൽ ഉപേക്ഷിച്ച് പോവുക എന്ന രീതിയിൽ, ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ട് നിൽക്കുന്നു എന്ന രീതിക്കൊക്കെ. അപ്പം നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളെ പേഴ്സൺ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ അല്ല, വ്യക്തമല്ല. മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിഡൻ കാര്യങ്ങൾ എന്ന് പറയും, മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ എന്ന് പറയാം, ആ രീതിക്കൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നില്ല അവിടെ എന്താ സിറ്റുവേഷൻ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളൊരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ജസ്റ്റിസ് എന്ന് വെച്ചാൽ ന്യായമായത്, നിങ്ങളുടെ നമ്മൾ പറയില്ലേ, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ന്യായമായ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു ന്യായം കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. 5 of Swords നമ്മൾ അഗെയിൻ ഇവിടെ കോമ്പറ്റീഷൻ, ചില കോൺഫ്ലിക്ട്സിൻ്റെ കാര്യം കാണുന്നുണ്ട്. ആൻഡ് 5 of Wands ഉണ്ട്. 5 of Wands, 5 of ഇതുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഐ തിങ്ക് ഒരു ചേഞ്ച് ആയിട്ട് കാര്യമാണ്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക് ഐ തിങ്ക്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു വടംവലി നടക്കുക എന്ന് പറയില്ല, ആ രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ തന്നെയാണ് മെയിനായിട്ട്. നിങ്ങൾ പരസ്പരം ഒരു കോൺഫ്ലിക്റ്റ് വന്നായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്താണ് റീസൺ, എന്താണ്? ഇതിവിടെ 2 of Cups ഇവിടെ ഇരുന്നോട്ടെ, സോൾമേറ്റ് കാർഡ് ഇവിടെ ഇരിക്കട്ടെ. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം.
ഈ മേലത്തെ സെക്ഷനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ. എന്ത് പേരിലാണ് നിങ്ങൾ തമ്മിൽ? ഓക്കെ, 4 of Pentacles, 2 of Pentacles, ഓക്കെ, Queen of Cups, 8 of Wands, ഓക്കെ, 10 of Pentacles. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം കാണുന്നുണ്ട്. 2 of Pentacles പറയുമ്പോൾ ജഗ്ലിംഗ്, രണ്ട് സിറ്റുവേഷനെ ജഗിൾ ചെയ്യുക എന്ന രീതിയിൽ. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കോമ്പറ്റീഷൻ്റെ കാര്യമുണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓൾറെഡി ആരെങ്കിലും ഉണ്ടാവാം, വേറെ വ്യക്തി ഉണ്ടാവാം, തേർഡ് പേഴ്സൺ ഉണ്ടാവാം, തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം കേട്ടോ. ഈവൻ ഫാമിലി എന്ന രീതിക്ക് നമുക്ക് പറയാം. 10 of Pentacles ഉള്ളതുകൊണ്ട് മേ ബി ഫാമിലി ആയിരിക്കാം. ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്ക് അവരോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണിനും ഐ തിങ്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു പേടിയായിരിക്കാം ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഒരു ലേശം ഒരു അകൽച്ച ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പേരിൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ പറയുണ്ടാവും നിങ്ങൾ ചൂസ് ചെയ്യൂ എന്ന രീതിയിൽ മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു, അതായത് ചൂസ് ചെയ്യേണ്ട ഒരു സമയം വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം വന്നിട്ടുണ്ടാവാം, കോൺഫ്ലിക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് ആക്ച്വലി കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. ഫാമിലി എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ. ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഫാമിലിയാണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി, ഐ തിങ്ക് പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം. പേഴ്സൻ്റെ ഫാമിലി ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ മാരീഡും ആയിരിക്കാം. ഓക്കെ, കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്, ഫാമിലി ആയിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡും ആയിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച അങ്ങനെ വല്ലതും ആയിരിക്കും, ലവ് മാരേജ് ചെയ്തവരായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സന്ദർഭം ഉണ്ടാവാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ മാരേജ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി സമ്മതിക്കുന്നില്ല. മേ ബി റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേഴ്സൺ അഗൈൻ 2 of Pentacles, 2 of Swords, വീണ്ടും 2 of Wands, എല്ലാം 2 കൺഫ്യൂഷൻ. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ തൽക്കാലം മാറി നിന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ഫൈനലി എനിക്കിവിടെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ 2 of Cups ഉണ്ട്, ലവേഴ്സ് കാർഡ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു സോൾമേറ്റ് പാസ്റ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചറിലേക്ക് സൺ കാർഡ് ഉണ്ട് ഇവിടെ. നമുക്ക് സൺ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്തായാലും സന്തോഷം എന്ന രീതിക്ക് തന്നെയാണ് പറയാം. ഓക്കെ, പക്ഷെ അഗൈൻ തേർഡ് പാർട്ടി എന്ന രീതിയിൽ കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ അതൊരു വേറെ വ്യക്തി ആവാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറെ വ്യക്തി വന്നു എന്നാവാം, അല്ലെങ്കിൽ ഫാമിലി ഇൻവോൾവ്മെന്റ്, രണ്ടും പറയാം. ഓക്കെ, രണ്ട് തരത്തിലും 7 of Cups ഉണ്ട്. യെസ്, അപ്പോൾ ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, വേറെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ആ പേരിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി, ഞാൻ പറഞ്ഞ പോലെ ഫാമിലി എതിർത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യമായിരിക്കാം. പക്ഷെ എവിടെയോ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ലവേഴ്സ് കാർഡ് സോൾമേറ്റ് കാർഡാണ്. ഓക്കെ, സോ പാസ്റ്റ് ലൈഫ് നിങ്ങൾ സോൾമേറ്റ് ആണ്, നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് വിട്ട് മാറി പോയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് കാണുന്ന വളരെ പോസിറ്റീവാണ്. ഓക്കെ, ആ കോമ്പറ്റീഷൻസിനൊക്കെ നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ നിങ്ങൾ ജയിക്കും എന്ന രീതിക്കാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ സൺ ആൻഡ് 8 of Pentacles ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടും. ഓക്കെ, അവരങ്ങനെ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ മാറിപ്പോവാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഓൾറെഡി മാറിപ്പോയവരാണെങ്കിൽ തിരിച്ചു വരും, അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഈ റിലേഷൻ അങ്ങനെ അവർ വിട്ട് കളയുന്നതായിട്ടും എനിക്ക് കാണുന്നില്ല. കാരണം നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ബോണ്ടാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. യെസ്, കറക്റ്റാണ്. ഓക്കെ, അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവർക്ക് എന്ത് വേണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളെ ഫാമിലിയെ വേണോ അതോ വേറെ വ്യക്തിയാണോ, ആരെയാണ് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ അവരാരും ആയിക്കോട്ടെ, അവിടെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, 6 of Wands. ഓക്കെ, ഇവിടെ നമുക്ക് വിക്ടറി ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതൊരു അവർ നിങ്ങളെ മിസ് ചെയ്യും എന്തായാലും. ഓക്കെ,
അവർക്ക് അതിൻ്റെ ബേർഡൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ഐ തിങ്ക് ആ തീരുമാനം എടുക്കുന്ന ഒരു ബേർഡൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ടു പോകുന്ന സാധ്യതയായിട്ടൊന്നും എനിക്ക് അങ്ങനെ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ഹാപ്പിനെസ് വരുന്ന രീതിക്കാണ്, സെലിബ്രേഷൻ വരുന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ മാറി വരുമെന്ന് പറയാം. ഓക്കെ, സിറ്റുവേഷനിൽ ഒരു മാറ്റം വരും, നിങ്ങൾ തമ്മിലൊരു റിന്യൂവൽ ഉണ്ടാവും. തീർച്ചയായിട്ടും റീബർത്ത് എന്ന് പറയും നമ്മൾ, ഡെത്ത് കഴിഞ്ഞാൽ റീബർത്ത് ആണെന്ന് പറയും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയാൽ തന്നെ ഓക്കെ, ആ സിറ്റുവേഷൻ അവർ വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിക്കാണ്, സക്സസ് എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, 6 of Wands മാരേജിൻ്റെ കാർഡാണ്. ഞാൻ ഇവിടെ നല്ലോണം മാരേജിൻ്റെ കാര്യം റെപ്രസെൻ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിൾ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ പോയി, അല്ലെങ്കിൽ പാരൻസിൻ്റെ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരേജ് ചെയ്യാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ട് പക്ഷേ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലും എതിർത്തു എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട്, കുറച്ച് കൺഫ്യൂഷൻസ് കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങളുമായിട്ടൊരു ഫാമിലി ഫ്യൂച്ചർ വേണം. കാരണം നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഇത് വളരെ സ്ട്രോങ് ബോണ്ടാണ്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഇടയിൽ വന്നാൽ തന്നെ അതെനിക്ക് വീണ്ടും ഒരു തകർച്ച ഇടയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ തന്നെ അത് വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവും, സെലിബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഒരു മാരേജ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ചിലവർക്ക് മാരേജ് ഫ്യൂച്ചർ കാണുന്നുണ്ട്, ചിലവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിലൊരു ഒന്നിക്കുന്ന ഒരു സിനാരിയോ ആണ് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ പോയാലും അവർ തിരിച്ചു വന്നോളും. അവർ ചില ലെസൺ അവിടെ പഠിക്കാനുണ്ടാവും, ചില കാര്യം സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് കൂടി നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഓക്കെ, ഐ റെക്കഗ്നൈസ് ദ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ us, ബട്ട് ഐ ഓൾസോ ഹാർബർ സം അൺസർട്ടനിറ്റീസ്, ഡൗട്ട്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഡോണ്ട് ടേക്ക് ദിസ് പേഴ്സണലി, ബട്ട് മൈ ഹാർട്ട് ബിലോങ്സ് ടു സമ്മൺ എൽസ്. ഓക്കെ, ചിലവർക്ക് ഐ ഓഫൺ വണ്ടർ ഇഫ് യു ഫീൽ ദ സെയിം വേ. ഓക്കെ, right now the most loving thing you can do is let me go. Okay, yes, ഇപ്പോഴത്തെ കാര്യം I know you are my soulmate. എന്താ പറഞ്ഞത്, നമ്മൾ സോൾമേറ്റ് ആണ് നിങ്ങൾ. ഓക്കെ, ഐ കുഡ് ടോക്ക് ടു യു ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഓക്കെ, കോൺവെർസേഷൻ്റെ കാര്യമാണ്. ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെസ്സേജ് വരുന്ന അങ്ങനത്തെ ചാൻസ് എല്ലാം പറയാം, ഞാൻ ഒന്നിച്ച് പറയാം. ഓക്കെ, there's an energy between us, a vibe that can't be denied. Am I even good enough for you? My heart isn't open to anyone because of how I was hurt in the past. Okay, അങ്ങനെയായിരിക്കാം. ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ അവർക്ക് അറിയാം എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ഒരു സംശയവുമുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഒന്നിക്കണം എന്നുണ്ട്. അവർക്ക് അറിയാം that നിങ്ങൾ സോൾമേറ്റ് ആണ് എന്നുള്ളത്. പക്ഷെ എവിടെയോ അവരുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ വേറെ പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും പറയുന്നുണ്ട്, റിലീജിയൻ വേറെ, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വരുമ്പോൾ അവരുടെ മൈൻഡ് ഒരു കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് അവർ പറയുന്നുണ്ട് ഡോണ്ട് ടേക്ക് ദിസ് പേഴ്സണലി ബട്ട് മൈ ഹാർട്ട് ബിലോങ്സ് ടു സമ്മൺ എൽസ് എന്ന് പറയുന്നത്. ചിലവർക്ക് ഞാൻ തേർഡ് പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചിലവർക്ക് തേർഡ് പാർട്ടി വല്ലവരും ഉണ്ടാവാം. ബട്ട് ഇത് രണ്ട് സിനാരിയും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഐ ഓഫൺ വണ്ടർ ഇഫ് യു ഫീൽ ദ സെയിം വേ. അവർക്കും ആക്ച്വലി അവർക്ക് തോന്നുന്നത് നിങ്ങൾക്കും അവർക്ക് തോന്നുന്ന ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, റൈറ്റ് നൗ ദ മോസ്റ്റ് ലവിങ് തിങ് യു ക്യാൻ ഡു ഇസ് ലെറ്റ് മീ ഗോ. ആക്ച്വലി ഇപ്പം എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ആയാലും ഓക്കെ, നിങ്ങൾ പേഴ്സണിനെ വിട്ട് കളയുക തൽക്കാലം. ഓക്കെ, അവർ പോകുന്നുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ, നിങ്ങൾ അവർ പിന്നാലെ ചേസ് ചെയ്ത് പോകാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു, അവർ പഠിക്കാനുണ്ട് ചില കാര്യങ്ങൾ. അവർ തേർഡ് പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, തേർഡ് പാർട്ടി അടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ ചില ലെസൺസ് കിട്ടാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അല്ല ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടായാലും അവർ നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ചില ലെസൺ അവർക്ക് പിന്നീട് കിട്ടും തീർച്ചയായിട്ടും. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അവരെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അവരെ ചേസ് ചെയ്യാതിരിക്കുക, അവർക്ക് സമയം കൊടുക്കുക, അവർക്ക് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഓക്കെ, ഐ നോ യു മൈ സോൾമേറ്റ്. യെസ്, സോൾമേറ്റ് ആണ്. ഐ കുഡ് ടോക്ക് ടു യു ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരം ആഗ്രഹിക്കുന്നുണ്ട്. ദർ ഇസ് ആൻ എനർജി ബിറ്റ്വീൻ us, a vibe that can't be denied. നിങ്ങൾ തമ്മിൽ അവർക്ക് അറിയാം ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ക്ലോസ്നെസ്, ആ ഒരു സോൾമേറ്റിന്റെ കണക്ഷൻ ആണ് അല്ലേ. അപ്പം അത് അവർക്കും തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആം ഐ ഈവൻ ഗുഡ് ഇനഫ് ഫോർ യു. അവർക്ക് അതും ഒരു ഡൗട്ട് ഉണ്ട്, അവർ നിങ്ങൾക്ക് ഇനഫ് ആണോ എന്ന് വെച്ചാൽ അവർ വർത്താണോ എന്നുള്ള ഒരു അവനവനെ കുറിച്ച് അവർക്കൊരു ഡൗട്ടാണ്, സെൽഫ് ഡൗട്ടാണ്. ഓക്കെ, ആൻഡ് മൈ ഹാർട്ട് ഈസ് ഇൻ ഓപ്പൺ ടു എനി വൺ ബിക്കോസ് ഓഫ് ഹൗ ഐ വാസ്. ഓക്കെ, ഞാനത് ആക്ച്വലി എനിക്ക് ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിരുന്നു, അവർക്ക് പാസ്റ്റിൽ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ പാസ്റ്റിലായിരിക്കാം. ഓക്കെ, പാസ്റ്റിൽ അവർ ഹേർട്ട് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർക്ക് ആരോടും അങ്ങനെ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർക്ക് പേടിയാണ്, ഇപ്പം അറ്റാച്ച്ഡ് ആവാൻ അവർക്ക് പേടിയാണ്. കാരണം ഹേർട്ടായി പോവോ വീണ്ടും എന്നുള്ളൊരു പേടി. ഓക്കെ, ഒരിക്കൽ അവർ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ട്, ഒരിക്കൽ അവർക്കൊരു വേദന സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ചിലവർ നിങ്ങളിപ്പോൾ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്കൊരു പേടിയാണ്, വീണ്ടും അവർക്ക് ഹാർട്ട് ബ്രേക്ക് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. കമ്മിറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളിനി വിട്ടുപോവോ എന്നൊക്കെയുള്ള പേടി, അതും അവർക്ക് സെൽഫ് ഡൗട്ടും ഉണ്ട്, അവർ മതിയോ നിങ്ങൾക്ക് എന്നുള്ളൊരു ഡൗട്ടും അവർക്ക് ഉണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് കാരണമാണ് അവർ ലേശം ഇപ്പോൾ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് മാറിപ്പോയാലും ഇതും തിരിച്ചു വരുന്ന ഒരു തരത്തിലാണെങ്കിൽ കാണുന്നത്. അവർക്ക് അങ്ങനെ മാറിപ്പോണമെന്നില്ല, ഓക്കെ, പക്ഷെ പേടികൾ കൊണ്ടോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടോ, പിന്നെ ചിലവർക്ക് യെസ് തേർഡ് പാർട്ടി ഉണ്ടാവാം ചിലവർക്ക്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ചിലപ്പോൾ ഫാമിലി പറയുന്ന കേട്ടിട്ട് പോകുന്നവരായിരിക്കും, അങ്ങനെ ചെറിയ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർക്ക് അതും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ ഫുള്ളായിട്ട് വിട്ടു പോകുന്നതായിട്ട് എനിക്ക് ഇവിടെയും ഈ ഫയലിലും കിട്ടിയില്ല. സോ പോയാൽ തന്നെ തിരിച്ചു വരും എന്നാണ് കാണുന്നത്. സോ നിങ്ങൾ തമ്മിൽ ആ സ്ട്രോങ് ബോണ്ട് എന്തായാലും ഉണ്ടാവും, നിലനിൽക്കും. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിലനിൽക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.